ഹായ് എവ്രിവൺ. സോ നമ്മൾ പുതിയൊരു ഇനീഷ്യേറ്റീവാണ് ഇപ്പം ഈ വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളുടെ CA ഫൈനൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പറിലെ എല്ലാ ഇൻഡേഴ്സിൻ്റെയും ചെറിയ ചെറിയ റിവിഷൻ ലെക്ചേഴ്സ് ഓരോ സ്റ്റാൻഡേർഡ് വൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതാണ് നമ്മളുടെ ഇത്. അപ്പം അതിനകത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് IND AS 1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ റിവിഷനാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം IND AS 1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ പർപ്പസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പം അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, കണ്ടൻറ്റ് എങ്ങനെയാണ്, അതിൽ മിനിമം ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെ വരണം, ഈ കാര്യങ്ങളെല്ലാം പറയുന്ന വളരെ ബേസിക് ആയിട്ട് നമ്മളുടെ AS 1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെ കോമ്പോണൻസ് ആണ് ഉണ്ടാവുക. അപ്പം കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത് കൊണ്ട് IND AS നോക്കിയാൽ അവർ പറയുന്നത് there will be a balance sheet as at the end of the period. There will be a statement of profit and loss for the period including other comprehensive income, statement of changes in equity for this period, statement of cash flows for the period, notes comprising significant accounting policies and other explanatory information, comparative period information in respect of preceding period, balance sheet at the beginning of third year, the beginning of preceding financial year, when an entity applies accounting policy retrospectively, makes a retrospective restatement of items of financial statements, or when it reclassifies the items in the financial statements. So, നമ്മൾ ഇതിനകത്ത് നോക്കിയാൽ നമ്മളുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് അറിയാവുന്ന കണ്ടന്റാണ്. സെക്കൻഡ്ലി ഉള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതിൽ ഒരു അഡീഷണൽ കോമ്പോണൻ്റ് ഉണ്ട്, അതർ കോംപ്രഹെൻസീവ് ഇൻകം. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് IND AS വരുമ്പം ഇറ്റ് വിൽ ബി ഹാവിങ് 2 കോമ്പോണൻറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്. ഈ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് ആണ് നമ്മളുടെ നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. ഇതിനകത്ത് വരുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും IND AS സ്പെസിഫിക്കലി പറയുന്നു OCയിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് നമ്മൾ പെർമിറ്റ് ചെയ്യുവാണ്, IND AS പെർമിറ്റ് ചെയ്യുവാണ് OCയിലേക്ക് എടുക്കാൻ, അങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിലേക്ക് വരിക. കുറച്ചുകൂടി സിംപ്ലർ ടേംസിൽ പറഞ്ഞാൽ ഡയറക്ട്ലി റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ PNL കൊണ്ടുപോകാതെ റിസർവ്സിലേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. ഈ അതർ കോംപ്രഹെൻസീവ് ഇൻകം വരുന്ന പോർഷൻ, ഡയറക്ട്ലി റിസർവിലേക്ക് വരുന്ന പോർഷൻസ്, അത് സെപ്പറേറ്റ്ലി PNLന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. IAS 1 പ്രകാരം ഇത് 2 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ബട്ട് IND ASലേക്ക് വരുമ്പം ദർ വാസ് എ മോഡിഫിക്കേഷൻ. ഇന്ത്യയിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 2 പാർട്ടായിട്ട് മാത്രമേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതർ കോംപ്രഹെൻസീവ് ഇൻകം ഇത് പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിനകത്ത് തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഐറ്റംസ് വിച്ച് വിൽ ബി റീക്ലാസിഫൈഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് നമ്മൾ ഒരിക്കൽ റിസർവിൽ അതർ ഇക്വിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്തു, സബ്സീക്വൻ്റ്ലി നമുക്ക് PNLലേക്ക് റീക്ലാസിഫൈ ചെയ്യാം, ഏതെങ്കിലും പോയിന്റിൽ PNLലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് ഐറ്റംസ് വിച്ച് വിൽ ബി റീക്ലാസിഫൈഡ് ടു PNL. സെക്കൻഡ് വൺ ഐറ്റംസ് വിച്ച് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു PNL. അതായത് ഒരിക്കൽ റിസർവിൽ അഡ്ജസ്റ്റ് ചെയ്തു, അതർ ഇക്വിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്തു, ഇനി അത് ഒരിക്കലും PNLലേക്ക് പോവില്ല. അങ്ങനത്തെ ഐറ്റംസ് ആണ് അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിൽ വരിക. ഐറ്റംസ് വിച്ച് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു PNL വരിക. ഈ അതർ കോംപ്രഹെൻസീവ് ഇൻകവും പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡും കൂടി ചേർന്ന് പറയുന്ന പേരാണ് ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം. ഇതാണ് ആ ഒരു PNL റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട 1-2 ചെറിയ ആസ്പെക്ട്. ദെൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞ് പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് IND AS 7 പ്രകാരം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ദെൻ നോട്ട്സ്, സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിംഗ് പോളിസി, എക്സ്പ്ലനേറ്ററി ഇൻഫർമേഷൻ, കമ്പാരറ്റീവ് പീരിയഡ് ഇൻഫർമേഷനും ഫിനാൻഷ്യൽസിൻ്റെ ഒരു കോമ്പോണൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ലാസ്റ്റ്ലി ഏതെങ്കിലും അക്കൗണ്ടിംഗ് പോളിസി റെട്രോസ്പെക്റ്റീവ്ലി റിവൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രയർ പീരിയഡ് എറർ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നു വിച്ച് ഇസ് ബിയോണ്ട് ദി കമ്പാരറ്റീവ് പീരീഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ ഐറ്റം ഇൻ ബാലൻസ് ഷീറ്റ് വി ആർ ചേഞ്ചിങ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ റീക്ലാസിഫിക്കേഷൻ വരുന്നു. ഈ കേസിലൊക്കെ കമ്പാരറ്റീവ് പീരിയഡിൻ്റെ ബിഗിനിങ്ങിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കറണ്ട് ഇയർ ഫിഗറും കമ്പാരറ്റീവ് പീരിയഡും റീസ്റ്റേറ്റ് ചെയ്യണം എന്നാണ് IND ASന്റെ റിക്വയർമെൻറ്റ്, IND AS 8ന്റെ റിക്വയർമെൻറ്റ്. അതുകൊണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പം ബിഗിനിങ് ഓഫ് ദി പ്രിസീഡിങ് പീരീഡ്, ഓപ്പണിംഗ് ഓഫ് പ്രിസീഡിങ് പീരീഡ്, അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ശേഷമുള്ളത് പ്രിപ്പയർ ചെയ്യണം. അതാണ് 7th കോമ്പോണൻ്റ് ആയിട്ട് വരിക.
ഇനി ഇൻഡേസിലേക്ക് വരുമ്പം ഈ പറയുന്ന ഇൻഡേസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ചില ജനറൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ജനറൽ ഫീച്ചേഴ്സ് ആയിട്ട് ഫസ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഷുഡ് ഗീവ് എ ഫെയർ പ്രസൻറ്റേഷൻ ആൻഡ് ഇറ്റ് ഷുഡ് കംപ്ലൈ വിത്ത് ഓൾ ഇൻഡേസ് ആപ്ലിക്കബിൾ. അപ്പോൾ ഇവിടെ ഇതിനൊരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ, ഫെയ്ത്ത്ഫുൾ പ്രസൻറ്റേഷൻ ആയിരിക്കണം തരേണ്ടത്. അതിനുവേണ്ടി അവർ പറയുന്നു വി ഷുഡ് കംപ്ലൈ വിത്ത് ഓൾ ഇൻഡേസ്. ഇനി വെറുതെ കംപ്ലൈ ചെയ്താൽ മാത്രം പോരാ, we should give an explicit and unreserved statement of compliance with the standard in the financial statements. ഇനി ഇങ്ങനെ ഈ ഒരു എക്സ്പ്ലിസിറ്റ് ആൻഡ് അൺറിസർവ്ഡ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നു. ആ ഒരു സംഭവം നോട്ട്സിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നു അത് അൺറിസർവ്ഡ് ആയിരിക്കണം. വളരെ എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം ഡീവിയേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഡേസിൽ നിന്ന്, ഇഫ് ഇറ്റ് ഈസ് ടു കംപ്ലൈ വിത്ത് ദി ട്രൂ ആൻഡ് ഫെയർ വ്യൂ. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ആയിട്ട് നമ്മളൊരു ഇൻഡേസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുവാണ്, ഇൻഡേസ് ഫോളോ ചെയ്യുന്ന മിസ്ലീഡിങ് ആകും എന്നുള്ള സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനിൽ നമുക്കൊരു ഡീവിയേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം ദർ വിൽ ബി സം അഡീഷണൽ ഡിസ്ക്ലോഷേഴ്സ് ഓൾസോ. ദെൻ സെക്കൻഡ് ഫീച്ചർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത് ഗോയിങ് കൺസേൺ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻറ്റിറ്റി വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഫോർ എ ഫോർസിയബിൾ ഫ്യൂച്ചർ. It is neither having the intention nor the need to liquidate or curtail their operations materially. Then third feature ആണ് accrual base of accounting. ക്യാഷ് ഫ്ലോ ഇൻഫർമേഷൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഫർമേഷനും അക്രൂവൽ ബേസിസിലാണ് ഫോളോ ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ്, ഇക്വിറ്റി, ഇതിൻ്റെയൊക്കെ ഫ്രെയിം വർക്കിലെ ഡെഫിനേഷൻ എന്താണോ അതിൻ്റെ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾസ് എന്താണോ ഇതൊക്കെ നമ്മൾ കംപ്ലൈ ചെയ്ത് വേണം നമ്മളുടെ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യാൻ. ദാറ്റ് ഈസ് ദി തേർഡ് പോയിന്റ്. ഫോർത്ത് വൺ, മെറ്റീരിയാലിറ്റി ആൻഡ് അഗ്രഗേഷൻ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എല്ലാ മെറ്റീരിയൽ ഐറ്റംസും നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. മെറ്റീരിയൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഐറ്റംസ് വിച്ച് മൈറ്റ് ഇൻഫ്ലുവൻസ് ദി ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പം സ്റ്റാൻഡേർഡ് ഇൻഡേസിൽ വരുമ്പം ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നു, മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒബ്സ്ക്വയർ ചെയ്യുന്നു, ഈ സംഭവം പ്രൈമറി യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡിസിഷൻസിനെ അഫക്റ്റ് ചെയ്യുമെങ്കിൽ അതാണ് മെറ്റീരിയൽ ഐറ്റം. അപ്പോൾ ഈ ഒബ്സ്ക്വയറിംഗ് എന്ന് പറയുന്ന പുതിയൊരു വാക്കാണ്. ഒബ്സ്ക്വയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ഇല്ലാതാക്കി ആ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ബട്ട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഇൻഫർമേഷൻ പലയിടത്തായിട്ട് കൊടുത്ത് അതിൻ്റെ ഫോക്കസ് കളയുന്നു, ഇറലവൻറ്റ് ഇൻഫർമേഷൻ ഇടയിൽ റെലവൻറ്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഫോക്കസ് കളയുന്നു, അല്ലെങ്കിൽ വളരെ വേഗമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സംഭവം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ മനസ്സിലാവാത്ത രീതിയിൽ അത് കൊടുത്താൽ അതിനെയാണ് ഒബ്സ്ക്വയറിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഐറ്റവും പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യണം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അഗ്രഗേഷൻ ക്യാൻ ബി ഡൺ ഫോർ ഇമ്മെറ്റീരിയൽ ഐറ്റംസ്. ഇമ്മെറ്റീരിയൽ ഐറ്റംസ് അഗ്രഗേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. ഇനി ഇമ്മെറ്റീരിയൽ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ക്ലോഷർ നമ്മൾ കൊടുക്കും ഇഫ് ഇറ്റ് ഈസ് റിക്വയർഡ് ബൈ ലോ. സോ ദാറ്റ് ഈസ് യുവർ നെക്സ്റ്റ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് ഓഫ്സെറ്റിംഗ് ജനറലി പെർമിറ്റഡ് അല്ല. ഏതെങ്കിലും ഇൻഡേസ് പെർമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ഓഫ്സെറ്റിംഗ്. ദെൻ വി ഷുഡ് ഹാവ് എ കൺസിസ്റ്റൻസി ഇൻ പ്രസൻറ്റേഷൻ. അതായത് പ്രസൻറ്റേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റംസ്, അക്കൗണ്ടിങ് പോളിസി, ഇതൊക്കെ കൺസിസ്റ്റന്റ് ഫ്രം വൺ പീരിയഡ് ടു അനദർ ആയിരിക്കണം. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് വേണ്ടിയോ കംപ്ലൈൻസ് വിത്ത് അനദർ ഇൻഡേസിന് വേണ്ടിയോ വി ക്യാൻ ചേഞ്ച് ദി അക്കൗണ്ടിങ് പോളിസി. അങ്ങനെ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുമ്പോൾ തേർഡ് ബാലൻസ് ഷീറ്റ് വിൽ ബി റിക്വയർഡ്. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇഫ് ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കബിൾ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഡിസ്ക്ലോഷർ കൊടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു റിക്വയർമെൻറ്റ് ഒഴിവാക്കാം. ബട്ട് ദാറ്റ് ഈസ് ഇൻ എക്സ്ട്രീംലി റയർ സിറ്റുവേഷൻ വെൻ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കബിൾ. Then frequency in reporting, they state that it is at least on an annual basis. Then the standard states that comparative period information we should minimum provide 2 balance sheet, 2 statement of P&L, 2 statement of cash flows, 2 statement of changes in equity and related notes. ഇനി നമുക്ക് അഡീഷണൽ കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാം, ഇല്ല നമുക്ക് വോളണ്ടിയർലി കൊടുക്കണമെന്നുണ്ടെങ്കിലും വോളണ്ടിയർലി കൊടുക്കാം. അതൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് മാത്രം, ബാലൻസ് ഷീറ്റ് മാത്രം വേണമെങ്കിൽ കൊടുക്കാം, P&L മാത്രം വേണമെങ്കിൽ കൊടുക്കാം. ബട്ട് അങ്ങനെ കൊടുക്കുവാണ് എങ്കിൽ അതിൻ്റെ റിലേറ്റഡ് നോട്ട്സ് കൂടി കൊടുക്കുകയും ചെയ്യണം. സോ ദാറ്റ് ഈസ് അനദർ റിക്വയർമെന്റ് സെറ്റ് ഔട്ട് ഇൻ ദിസ് സ്റ്റാൻഡേർഡ്. ദെൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ സ്ട്രക്ചറും കണ്ടന്റും കുറച്ച് മിനിമം ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സും ഒക്കെ ഈ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്.
അതിൽ പെടുന്ന ഒരെണ്ണമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ബാലൻസ് ഷീറ്റിന്റെ പ്രസന്റേഷൻ അതിന്റെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. P&Lന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോ, നോട്ട്സ്, ഇതിനൊക്കെ കുറേ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് പറയുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ട്രക്ചർ ആൻഡ് കണ്ടന്റിൽ ഫസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുമ്പം അവർ പറയുന്നു ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫസ്റ്റ് ഒരു ഗൈഡൻസ് തരുവാണ്. ദാറ്റ് ഈസ് നമുക്ക് ഒരു ആനുവൽ റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതിനെ സെപ്പറേറ്റ്ലി ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ദെൻ ഇത് വരുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻറ്റിറ്റിയുടെ നെയിം അതിനകത്തുണ്ടാവണം, ഏത് പീരിയഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്നുണ്ടാവണം, അത് ആ എൻറ്റിറ്റിയുടെ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണോ അതെയോ അവരുടെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണോ എന്ന് സ്പെഷ്യലി പ്രസന്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ അവരുടെ റിപ്പോർട്ടിംഗ് പീരീഡ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം, പ്രസന്റേഷൻ കറൻസി ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം, ലെവൽ ഓഫ് റൗണ്ടിങ് നമ്മൾ IND AS ഷെഡ്യൂൾ 3 റൗണ്ടിങ് ഓഫ് പ്രൊവിഷൻസ് ആർ കമ്പൽസറി. അപ്പം മിനിമം 100s to crores ഇത്രയും വരെയുള്ള റൗണ്ടിങ് ഓഫ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിലേത് റൗണ്ടിങ് ഓഫ് ആണ് നമുക്ക് ആപ്ലിക്കബിൾ, നമ്മൾ അതിലേതാണ് ചൂസ് ചെയ്തേക്കുന്നത് അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽസിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ an entity should meet the above requirement by presenting appropriate heading for pages, statements, notes, columns, etc. നമുക്ക് ഷെഡ്യൂൾ 3യുടെ ഫോർമാറ്റിൽ ഇതിനൊക്കെയുള്ള കുറേ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ട്. ദെൻ പ്രസന്റേഷൻ കറൻസി സെപ്പറേറ്റ് ആയിട്ട് അതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് നിൽപ്പുണ്ട്. ദെൻ ദർ ആർ സർട്ടൻ മിനിമം ഡിസ്ക്ലോഷേഴ്സ് ഓൺ ദി ഫേസ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. അതിൽ പെടുന്നതാണ് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, ഇൻടാഞ്ചിബിൾ അസെറ്റ്സ്, ഫിനാൻഷ്യൽ അസെറ്റ്സിനുള്ളിൽ തന്നെ ട്രേഡ് റിസീവബിൾ, അതർ റിസീവബിൾസ് അത് സെപ്പറേറ്റ്ലി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് സെപ്പറേറ്റ്ലി കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റ്സ് അക്കൗണ്ടഡ് യൂസിങ് ഇക്വിറ്റി മെത്തേഡ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ദെൻ ബയോളജിക്കൽ അസെറ്റ്സിന് സെപ്പറേറ്റ് ലൈൻ ഐറ്റം വേണം. ദെൻ നോൺ കറന്റ് അസെറ്റ് ഹെൽഡ് ഫോർ സെയിൽ സെപ്പറേറ്റ് ലൈൻ ഐറ്റം വേണം. ട്രേഡ് പേയബിൾസ് അത് സെപ്പറേറ്റ് ലൈൻ ഐറ്റം വേണം. പ്രൊവിഷൻസ് സെപ്പറേറ്റ് ആയിരിക്കണം. ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് അതിൽ ലയബിലിറ്റീസ് ഓൺ വിത്ത് റെസ്പെക്ട് ടു ട്രേഡ് പേയബിൾ അതിനുള്ളിലാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത്. ദെൻ കറന്റ് ടാക്സ് ലയബിലിറ്റി, ഡെഫേർഡ് ടാക്സ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അതുപോലെ തന്നെ ഡിസ്പോസൽ ഗ്രൂപ്പ് റിലേറ്റഡ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്ലി കാണിക്കണം. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇക്വിറ്റിക്കുള്ളിൽ കാണിക്കണം വെൻ ഇറ്റ് കംസ് ടു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അതുപോലെ തന്നെ കമ്പനിയുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ, റിസർവ്സ് അട്രിബ്യൂട്ടബിൾ ടു ദി ഓണേഴ്സ് ഓഫ് പാരന്റ് ഇതും സെപ്പറേറ്റ് ലൈൻ ഐറ്റം ആയിട്ട് വരണം. ഇത്രയും മിനിമം ഡിസ്ക്ലോഷേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ മിനിമം ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഷെഡ്യൂൾ 3 ഫ്രെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 3 പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് കവേർഡ്. ദെൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്മെന്റ് ഓഫ് P&Lനും ഇതുപോലെ തന്നെ ദേ ആർ ഗിവിംഗ് സർട്ടൻ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L വരുമ്പം അവർ പറയുന്നു സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L ഇൻ അഡീഷൻ ടു ദീസ് 2 സെക്ഷൻസ് അതിൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ടോട്ടൽ അതർ കോംപ്രഹെൻസീവ് ഇൻകം സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. ദെൻ ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം ഫോർ ദ പീരീഡ് അത് നമ്മൾ സെപ്പറേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യണം. ഇത് കൂടാതെ നമ്മൾ അതിനകത്ത് കൊടുക്കുമ്പം ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് അട്രിബ്യൂട്ടബിൾ ടു NCI, ഓണേഴ്സ് ഓഫ് പാരന്റ് ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ്ലി കൊടുക്കണം. ഇനി അതർ കോംപ്രഹെൻസീവ് ഇൻകം കഴിഞ്ഞിട്ട് ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകത്തിന് ശേഷവും കോംപ്രഹെൻസീവ് ഇൻകം ഫോർ ദ പീരീഡ് അട്രിബ്യൂട്ടബിൾ ടു NCAയും ഓണേഴ്സ് ഓഫ് പാരന്റും സെപ്പറേറ്റ്ലി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി നമ്മളുടെ P&Lന്റെ ഫേസിലും അവർ ചില ലൈൻ ഐറ്റം പറയുന്നുണ്ട്. അതിൽ പെടുന്നതാണ് നമ്മളുടെ റവന്യൂ സെപ്പറേറ്റ്ലി കാണിക്കണം. ഇൻട്രസ്റ്റ് റവന്യൂ കാൽക്കുലേറ്റഡ് യൂസിങ് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് മെത്തേഡ് ആ ഒരു സംഭവം സെപ്പറേറ്റ്ലി കാണിക്കണം. ഗെയിൻസ് ആൻഡ് ലോസസ് അറൈസിങ് ഓൺ ഡി റെക്കഗ്നിഷൻ ഓഫ് ഫിനാൻഷ്യൽ അസെറ്റ് നമ്മൾ പഠിക്കും അമോർട്ടൈസ് കോസ്റ്റ് മോഡലിലുള്ളത്. അപ്പം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ ഒരു ഐറ്റം വന്നാൽ സ്പെസിഫിക്കലി കാണിക്കണം. ഫിനാൻസ് കോസ്റ്റ്, ഇമ്പയർമെന്റ് ലോസ് അത് നോൺ ഫിനാൻഷ്യൽ അസെറ്റ് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ അസെറ്റ് ആയിക്കോട്ടെ രണ്ടിൻ്റെയും കാണിക്കേണ്ടി വരും. സോ ദാറ്റ് ഇസ് റിക്വയർഡ്. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് അസോസിയേറ്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചർ ആ ഒരു സംഭവം വേണം. ദെൻ ഫിനാൻഷ്യൽ അസറ്റിന്റെ റീക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഗെയിൻ ഓർ ലോസ് അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ്സ്. ദെൻ ടാക്സ് എക്സ്പെൻസ്, ദെൻ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ചില ലൈൻ ഐറ്റം നമ്മളുടെ ഷെഡ്യൂൾ 3യുടെ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല. ബട്ട്
largely it is complied with the requirement. For example, impairment loss on financial assets separately കാണിക്കണമെന്ന് ഇവിടെ ഡിസ്ക്ലോഷർ ഉണ്ട്, ബട്ട് അത് സെപ്പറേറ്റ് ലൈൻ ഐറ്റം ആയിട്ട് നമ്മുടെ ഫോർമാറ്റിലില്ല. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അതൊഴിച്ച് ലാർജ്ലി ഇറ്റ് ഈസ് അലൈൻ വിത്ത് ദ സ്റ്റാൻഡേർഡ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിൽ ഐറ്റംസ് വിച്ച് വിൽ ബി റീക്ലാസിഫൈഡ് ടു പി ആൻഡിലും ഐറ്റംസ് വിച്ച് വിൽ നോട്ട് ബി റീക്ലാസിഫൈഡ് ടു പി ആൻഡിലും സെപ്പറേറ്റ്ലി കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി അതിനകത്ത് തന്നെ ടാക്സ് എക്സ്പെൻസ് റിലേറ്റഡ് ടു ദോസ് ഐറ്റംസ് സെപ്പറേറ്റ്ലി കാണിക്കണം. പി ആൻഡ് എല്ലിൽ ഒരു ഐറ്റവും എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആയിട്ട് കാണിക്കരുതെന്ന് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ബട്ട് എക്സെപ്ഷണൽ ഐറ്റത്തിന്റെ പ്രസന്റേഷൻ ഇറ്റ് ഈസ് പെർമിറ്റഡ്, ലൈക്ക് റൈറ്റ് ഡൗൺ ഓഫ് ഇൻവെന്ററീസ്, റീസ്ട്രക്ചറിംഗ് പ്രൊവിഷൻ, ഡിസ്പോസൽ ഓഫ് PPE, ഡിസ്പോസൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്, ലിറ്റിഗേഷൻ ആൻഡ് സെറ്റിൽമെന്റ്സ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ AS5 പണ്ട് പഠിച്ചതുപോലെ തന്നെ. Then we are having statement of changes in equity. Statement of changes in equity നമ്മൾ ടോട്ടൽ കോംപ്രഹെൻസീവ് ഇൻകം ഫോർ ദി പീരീഡ് അത് അട്രിബ്യൂട്ടബിൾ ടു പാരന്റ് NCA സെപ്പറേറ്റ്ലി കാണിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓരോ കോമ്പണൻസ് സെപ്പറേറ്റ്ലി കാണിക്കണം. അതിൽ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസിയുടെ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്ലി കാണിക്കണം. അങ്ങനെ കുറച്ച് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ആർ സ്പെസിഫൈഡ് ഫോർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഓൾസോ. ഇനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ IND AS 7 ഡയറക്ട്ലി അത് പറഞ്ഞ് അവിടെ കൺക്ലൂഡ് ചെയ്യുവാണ്. ഇനി നോട്ട്സ് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരു അഡീഷണൽ റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. Then disclose any information required by IND AS that is not presented elsewhere in the financial statements. നമ്മൾ വേറെ ഏതെങ്കിലും IND ASന്റെ റിക്വയർമെന്റ് പ്രകാരം കൊടുക്കേണ്ട എല്ലാ ഡിസ്ക്ലോഷറും കൊടുക്കണം. Then അതുപോലെ തന്നെ ഏതെങ്കിലും ഐറ്റം മനസ്സിലാക്കാൻ അഡീഷണൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കണം. ദെൻ ഇതൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി, അണ്ടർസ്റ്റാൻഡബിലിറ്റി കമ്പയറബിലിറ്റി ഒക്കെ നോക്കിക്കൊണ്ട്. ദെൻ അക്കൗണ്ടിങ് പോളിസി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുമ്പം അതിനകത്ത് മെഷർമെന്റ് ബേസിസ് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കൊടുക്കണം. അക്കൗണ്ടിങ് പോളിസീസ് ഓരോ ഐറ്റവും മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ആ ഒരു ഡിസ്ക്ലോഷർ ഓഫ് സിഗ്നിഫിക്കന്റ് അക്കൗണ്ടിങ് പോളിസിയിൽ അത് കൊടുക്കണം. അതുകൂടാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഡിസ്ക്ലോഷർ, നമ്മളുടെ മാനേജിങ് ഓഫ് ക്യാപിറ്റൽ, ഒബ്ജക്റ്റീവ്, പോളിസീസ്, പ്രോസസ്, ഇങ്ങനത്തെ കുറേ ഡിസ്ക്ലോഷേഴ്സും ഈ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഇനി ഇത് കൂടാതെ പ്രപ്പോസ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സും കാര്യങ്ങളും സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രസന്റേഷൻ റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറന്റ് നോൺ കറന്റ് ക്ലാസിഫിക്കേഷൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗൈഡൻസ് കൂടി ഈ സ്റ്റാൻഡേർഡിൽ തന്നെ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ കറന്റ് നോൺ കറന്റ് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് അസറ്റിന്റെ ക്രൈറ്റീരിയ ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്. സോ ഫസ്റ്റ് ഒരു 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇറ്റ് വിൽ ബി എ കറന്റ് അസറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ബി നോൺ കറന്റ്. ദെൻ ലയബിലിറ്റിക്കും ഇതുപോലെ തന്നെ 4 കണ്ടീഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ കറന്റ് ലയബിലിറ്റി, അതർവൈസ് ഇറ്റ് ഇസ് നോൺ കറന്റ് ലയബിലിറ്റി. അപ്പം കറന്റ് അസറ്റ്സിൽ ഫസ്റ്റ് വൺ റിയലൈസ്ഡ് ഇൻ ഓർ ഇന്റൻഡഡ് ടു ബി സെയിൽ ഓർ കൺസ്യൂംഡ് ഇൻ വൺ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മീൻസ് ക്യാഷ് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും ക്യാഷ് ആവാൻ വരുന്ന ടൈമാണ്. അത് റിലയബിളി മെഷർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 12 months എടുക്കും. ഇനി 12 monthsന് മുകളിലുള്ള ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു ബി കൺസിഡേർഡ്. ദെൻ ഡിഫറെന്റ് ബിസിനസ് സെഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ ഡിഫറെന്റ് ബിസിനസ്സിന് ആ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസിഡർ ചെയ്യാം. ദോസ് ഗൈഡ് ലൈൻസ് ആർ ദെയർ. ദെൻ if there is any item intended to be held for the purpose of trading expected to be realized within 12 months in cash and cash equivalents unless it is restricted being exchanged or used. ഇതാണ് current assets. ഇതിൽ 4ലും പെടില്ലെങ്കിൽ it will be a non current asset. Then നമ്മളെ സംബന്ധിച്ചിടത്തോളം liability വരുമ്പം liabilityയിൽ if it is settled within operating cycle, liability primarily held for the purpose of trading, due to be settled within 12 months. Then last one, it is most important, if the entity does not have an unconditional right to defer the liability for at least 12 months from the reporting period, then also it will be a current liability. Then non-current liabilities ഇതൊന്നും അല്ലാത്ത ഐറ്റംസ് ആണ്. ഇനി സ്റ്റാൻഡേർഡിൽ ബ്രീച്ച് ഓഫ് ലോൺ കവണൻസ് വരുമ്പം സ്പെസിഫിക് ആയിട്ട് ഒരു കാർവ് ഔട്ട് ഒക്കെ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ സ്റ്റാൻഡേർഡ് പറയുന്ന പ്രൊവിഷൻ ഇതാണ്: ലോണിന്റെ കണ്ടീഷൻ യൂഷ്വലി വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോണ് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിന് അന്നേരം തിരിച്ചടയ്ക്കാൻ പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് അൺകണ്ടീഷണൽ റൈറ്റ് ടു ഡെഫർ ദി പേയ്മെന്റ് ബിയോണ്ട് 12 months ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുഴുവൻ ലോൺ എമൗണ്ടിനെ ചിലപ്പം കറണ്ട് ആക്കേണ്ടി വരാം. ഇതാണ് IAS 1-ലുള്ള പ്രൊവിഷനും. പക്ഷേ IND ASലേക്ക് വരുമ്പോൾ അവർ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. അവർ പറഞ്ഞു ബ്രീച്ച് ഓഫ് ഒരു പ്രൊസീജിയറൽ കണ്ടീഷൻ ആണെങ്കിൽ ലോൺ നോൺ കറണ്ട് ആയിട്ട് തന്നെ നിർത്താം, ഇഷ്യൂസ് ഒന്നുമില്ല. മെറ്റീരിയൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ഇഷ്യൂസ് നമ്മൾ നോക്കേണ്ടത്. മെറ്റീരിയൽ കണ്ടീഷൻ വയലേറ്റ് ആയി ബിഫോർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ബ്രീച്ച് റെക്ടിഫൈഡ് ആയാൽ നോൺ കറണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും നമ്മൾ.
ഇനി ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആണ്, ബിഫോർ അപ്രൂവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആയിരിക്കും, ലോണിനെ നമ്മൾ നോൺ കറണ്ട് ആയിട്ട് തന്നെ നിർത്തും. ദെൻ ആഫ്റ്റർ അപ്രൂവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് IND AS 10ന്റെ പുറകിലും വരില്ല, അതുവരെ ബ്രീച്ച് റെക്ടിഫൈഡ് അല്ലാത്ത രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കറണ്ട് ക്ലാസിഫിക്കേഷൻ തന്നെ നിർത്തേണ്ടി വരും, ലോൺ റീപേബിൾ ഓൺ ഡിമാൻഡ് എന്നുള്ള ബേസിൽ. ഇനി നമ്മൾ ബ്രീച്ച് റെക്ടിഫൈ ചെയ്യാതെ നിന്ന് കഴിഞ്ഞപ്പം ബാങ്ക് നമുക്ക് വെയ്വർ തന്നു, ഈ കണ്ടീഷൻ ഇനി സാറ്റിസ്ഫൈ ചെയ്യണ്ട എന്ന് പറയുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ അത് നമ്മൾ നോക്കണം. അപ്പം വെയ്വർ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കറണ്ട് ആവും. വെയ്വർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ലോൺ ഇപ്പം റീപേ ചെയ്യണ്ട, നോർമൽ ടേംസ് പ്രകാരം മതി, അപ്പം നോർമലി ചെയ്യുന്ന പോലെ നോൺ കറണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രേസ് പീരീഡ് ആണ് കിട്ടുന്നത്. നമ്മളോട് പറയുവാണ് ലോൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഈ ലോണിൻ്റെ ഈ കണ്ടീഷൻ നിങ്ങൾ വയലേറ്റ് ആയി, ഇനി ഈ കണ്ടീഷൻ വീണ്ടും റീസാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ പീരീഡ് തരുവാണെന്ന് പറയുവാണെങ്കിൽ ആ പീരീഡ് ഇഫ് ഇറ്റ് ഈസ് വിത്തിൻ 12 months ഫ്രം റിപ്പോർട്ടിംഗ് ഡേറ്റ് then it will be within 12 months from reporting date ആണെങ്കിൽ then it will be current, more than 12 months ആണെങ്കിൽ it will be non current. ഇങ്ങനെയാണ് ബ്രീച്ച് ഓഫ് ലോൺ കവണന്റിന്റെ സിറ്റുവേഷൻ വരിക. ദെൻ ഇവിടെ പറയുന്നത് ആക്ച്വൽ ബ്രീച്ച് വന്നിട്ടുണ്ടെങ്കിലാണ് ഈ സിറ്റുവേഷൻ ഒക്കെ ഉള്ളത്. ഒരു ബ്രീച്ച് വരും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്ത എക്സ്റ്റൻഷൻ കിട്ടിയാൽ ഈ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ല. ഇനി നമുക്കൊരു റീഫിനാൻസ് ഓർ റോൾ ഓവർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം 12 മാസത്തിൽ കൂടുതലുള്ള പീരിയഡിലേക്ക് നമുക്ക് ഒരു ലോൺ ഫെസിലിറ്റി റോൾ ഓവർ ചെയ്യാനായിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെക്റ്റും ചെയ്യുമെങ്കിൽ ആ സിറ്റുവേഷനിൽ നോൺ കറണ്ട് ആക്കാം, ഈവൻ ഇഫ് ദി ഒറിജിനൽ ഡ്യൂ ഡേറ്റ് ഇസ് വിത്തിൻ 12 months. ഇനി നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ അല്ല, ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ വേറെ ഒരു പാർട്ടിയാണ് നമ്മളോട് പറയുന്നത് ഇത് ഞങ്ങൾ റീഫിനാൻസ് ചെയ്തോളാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം that is not to be treated as non-current, it is to be treated as current. അപ്പം ഇതാണ് നമ്മളുടെ IND AS 1 ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ IND AS 2 ഇൻവെൻട്രീസ് അതിൻ്റെ പ്രൊവിഷൻസുമായിട്ട് കാണാം. താങ്ക് യു.